125cc യമഹയ്ക്ക് വരുന്ന ബജറ്റ്ലി എക്കണോമിക്കലി ആയിട്ടുള്ള രണ്ട് വാഹനങ്ങൾ, ഫാസിനോയും റെയും. 125cc എയർ കൂൾഡ് 4-stroke എഞ്ചിനിൽ വരുന്ന രണ്ട് വാഹനങ്ങൾ. 125cc ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത്യാവശ്യം 8.5 PS പവറും 10.3 Nm ടോർക്കിലും ജനറേറ്റ് ചെയ്യുന്ന ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഒരേ എഞ്ചിനിൽ ഉള്ള രണ്ട് വാഹനങ്ങൾ, ഫാസിനോയും റേ ഇസറാറും. നമുക്ക് നോക്കാം ഫാസിനോയിലെയും റേയിലെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഫാസിനോയിലേക്ക് വരുമ്പം ഒരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുമ്പോഴും നമുക്ക് റേ ഇസറാറിലേക്ക് വരുന്നത് വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് സ്കൂട്ടറിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഫാസിനോയുടെ ഒരു ഷേപ്പ്, ഫാസിനോയുടെ ഒരു ഫ്രണ്ട് വ്യൂ വളരെ ക്യൂട്ടിഷ് ആയിട്ടുള്ള, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഫാസിനോയില് യമഹ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു ഈ കളറ് വിവിഡ് റെഡ് എന്ന് പറയുന്ന ഒരു കളറാണ്. ആ കളറിലേക്ക് വരുമ്പോൾ നമുക്കൊരു സിൽവർ ക്രോം ആയിട്ടുള്ള ഒരു ഫിനിഷിങ് വരുന്നു കഴിഞ്ഞപ്പോഴേക്ക് വളരെ ക്യൂട്ട് ഫീല്, നമുക്ക് കുറച്ചുകൂടെ കൂട്ടി എന്താ പറയുന്നത്, കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയ രീതിയിലാണ് ഇരിക്കുന്നത്. അതിന്റെ പോലെ തന്നെ നമുക്കിത് ഇപ്പോ കാണിച്ചിരിക്കുന്നത് ഫാസിനോയുടെ ബേസ് വേരിയന്റ് ആണ്. ഡ്രം ബ്രേക്ക് സിസ്റ്റത്തിൽ വരുന്ന വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ഡ്രം ബ്രേക്കും ഹാലജൻ ഹെഡ്ലൈറ്റും ആയിരിക്കും നമുക്ക് ഫാസിനോയിൽ വരുന്നത്. ഫാസിനോയുടെ ഹെഡ്ലൈറ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹാൻഡിലിന്റെ ആ പാനൽ പോർഷനിൽ തന്നെയാണ് നമുക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതേസമയം നമുക്ക് റേയിലേക്ക് വരുമ്പോൾ റേയുടെ ഫ്രണ്ട് പോർഷൻ കുറച്ചുകൂടെ ഒരു ഷീൽഡിങ് ആയിട്ടുള്ള, ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാറ്റഗറിയിലാണ് റേ ഇസറാറിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. സെയിം തന്നെ ഡ്രം ബ്രേക്ക് സിസ്റ്റത്തിൽ വരുന്ന വേരിയന്റ് വരെയാണ് നമുക്ക് കമ്പാരിസന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്. ഡ്രം വേരിയന്റ് വരുമ്പോഴേക്ക് ഹാലജൻ ഹെഡ് ലാമ്പിംഗ് ആണ് വരുന്നത്. നമുക്ക് റേയുടെ ഹെഡ് ലാമ്പിംഗ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന വണ്ടിയുടെ ബോഡി പാനലിനോട് ചേർന്നിരിക്കുന്ന രീതിയിലാണ്. നമുക്കത് അഡീഷണൽ ആയിട്ട് നമുക്ക് അതിന്റെ ഹാൻഡിൽ പോർഷനിലേക്ക് Y എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്, Y എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു DRL നമുക്ക് കാണാൻ പറ്റും. ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പില് നമുക്ക് ജസ്റ്റ് നമുക്ക് അതിന്റെ അകത്ത് ഈ Y എന്ന് പറയുന്ന യമഹയുടെ ഒരു ബ്രാൻഡിങ്ങിനെ ഓർമ്മിക്കുന്ന രീതിയിലുള്ള ഒരു ബാഡ്ജിങ് നമുക്ക് DRL കാണാൻ പറ്റും. അപ്പൊ ഒരു കുറച്ചുകൂടെ കർവ് ആയിട്ടുള്ള ഒരു ഷീൽഡ് നമുക്ക് റെയിൽ വരുന്നുണ്ട്. അതിന്റെ ഒരു അഗ്രസീവ്നെസ് ഒരു പക്ഷേ 2011 റേ പുറത്തിറങ്ങുന്ന സമയത്ത് അന്ന് വരെ നമ്മൾ ഇന്ത്യൻ നിരത്തിൽ കാണുന്ന ഒരു ക്ലാസിക് ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ഒരു സ്കൂട്ടർ സെഗ്മെന്റിലെ വെച്ച് ഒരു പെർഫോമൻസ് കാറ്റഗറിയിലുള്ള ഒരു സ്കൂട്ടറിനെ യമഹ പരിചയപ്പെടുത്തിയത് റെയിലൂടെയാണ്. കുറച്ചുകൂടെ നമുക്ക് റെയിലിൽ കാണുന്ന ആ ഒരു ഹെഡ്ലൈറ്റിന്റെ ഒരു പോർഷൻ, ഒരു ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും നമുക്ക് ഇതിന്റെ അകത്ത് വരിക. ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സിന്റെ നമുക്കൊരു പോർഷനിങ് എല്ലാം തന്നെ അതിന്റെ ഒരു പെർഫോമൻസ് കാറ്റഗറിയിൽ ഒരു മസ്കുലർ ആയിട്ടുള്ള വണ്ടിയുടെ ഒരു ഫീച്ചേഴ്സിനെ യോജിക്കുന്ന രീതിയിൽ തന്നെയാണ്. അതേസമയം നമുക്ക് ഫാസിനോയിലേക്ക് വരുമ്പോൾ അതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് അതിന്റെ പാനലിനോട് തന്നെ ഒരു ചേർന്നിരിക്കുന്ന രീതിയിലുള്ള ഒരു കർവ് ഷേപ്പ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഫാസിനോയിൽ ഒരുക്കിയിരിക്കുന്നത്. ഫാസിനോടെ നമുക്കൊരു മിഡിൽ പോർഷനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ സാധിക്കും. ഫാസിനോടെ അനലോഗ് ക്ലസ്റ്ററിന്റെ ഒരു രീതി എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ഓവനിങ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഡിസൈനിങ്ങിനോട് കൂടി, ഒപ്പം തന്നെ ഇവിടെ ഒരു ബ്ലാക്ക് കളറിന്റെ ഒരു പിയാനോ ടൈപ്പിങ്ങിലുള്ള ഒരു പോർഷൻ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഫാസിനോ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് നമുക്കിവിടെ ചെയ്യുന്നുണ്ട്. പ്ലസ് നമുക്ക് അത് കാണാൻ സാധിക്കും. നമുക്ക് നോർമൽ ആയിട്ടുള്ള ബേസിക് ഫങ്ഷൻസ് എല്ലാം രണ്ട് വേരിയന്റുകളിൽ നമുക്ക് ഓട്ടോ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഫെസിലിറ്റി ഉണ്ട്. അത് ഫ്യൂവലിന്റെ എഫിഷ്യൻസി കൂട്ടുന്നതിന് വേണ്ടിയാണ് ഓട്ടോ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഫെസിലിറ്റി നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിന്റെ ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പോഴേക്ക് ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഫാസിനോയിൽ വരിക. അതിന്റെ ഫ്ലോർ നമുക്കൊരു ഫുട്ബോളിംഗ് ചെയ്യുന്നതിന് ഒരു ഡയമണ്ട് കട്ട് ഷേപ്പിലുള്ള ഒരു ഫുഡ് ബോർഡിംഗ് ഡിസൈനിങ് ആണ് നമുക്ക് വരിക. സീറ്റ് വരുമ്പോഴേക്ക് നമുക്ക് കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള ഒരു സീറ്റ് ആണ്. ലെങ്തി ആയിട്ടുള്ള ഒരു സീറ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു റൈഡർക്ക് ഏറ്റവും കംഫർട്ട് ആയ രീതിയിൽ യാത്ര ചെയ്യാൻ രീതിയിൽ ഒരു രണ്ടുപേർക്ക് പ്ലസ് അവരുടെ ഒരു ചൈൽഡിനെ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫാസിനോയെ സംബന്ധിച്ച് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. നമുക്കിനി അതിന്റെ റേ ഇസറാർ വേരിയന്റിലേക്ക് വരുമ്പോഴേക്ക് റേ ഇസറാറിന്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത്
കുറച്ചും കൂടെ നമുക്ക് മുമ്പ് ഫ്രണ്ട് കാണിച്ചു വരുന്ന ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫിനിഷിങ്ങില് അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് പോർഷനോട് കൂടി ഒരു ഷീൽഡ് ഫേസിലിംഗെല്ലാം നമുക്ക് ഇതിന്റെ അകത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ക്ലസ്റ്ററിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് നമ്മൾ നേരത്തെ ഫാഷനോയിൽ കണ്ടതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ലസ്റ്ററാണ് റെയിൽ വരിക. റെയിൽ മുമ്പുള്ളതുപോലെ തന്നെ റെയിൽ ഒരു കുറച്ചും കൂടെ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു അനലോഗ് ക്ലസ്റ്റർ ആണ് റേസർ ആറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് നമുക്ക് ഡ്രം വേരിയന്റുകൾ ആയതുകൊണ്ടാണ് അനലോഗ് ക്ലസ്റ്റർ വരിക. ഡിസ്ക് വേരിയന്റുകൾ തൊട്ട് നമുക്ക് ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് ഫസനോയിലായാലും റേ ഇസറാറിലായാലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഒരു സ്ട്രെയിറ്റ് ലൈനോട് കൂടി ഒരു അതിന്റെ ഫുട് ബോർഡിലേക്ക് വരുമ്പോഴേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രിപ്പോട് കൂടിയാണ് അതിന്റെ ഫ്ലോർ വരിക. സീറ്റിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടെ നോർമൽ ഫസനോയിൽ കണ്ട സീറ്റിനേക്കാൾ കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. യമഹ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് നമുക്ക് ഈ സീറ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഡോൾട്ടോൺ കാറ്റഗറി വരുന്ന ഒരു സീറ്റ് തന്നെയാണ്. ഡോൾട്ടോൺ കാറ്റഗറി എന്ന് പറഞ്ഞാൽ കളർ വേരിയന്റുകളിലല്ല, അതിന്റെ മാർക്ക് വേരിയന്റുകളിൽ ഡോൾട്ടോൺ കാറ്റഗറിയിലാണ് ഒരു റൈസറാന്റെ സീറ്റ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ മറ്റൊരു പ്രത്യേകത സീറ്റ് ഹൈറ്റിലാണ്. ഓൾമോസ്റ്റ് രണ്ട് വേരിയന്റുകളിലും നമുക്ക് ഒരേ എഞ്ചിനിൽ വരുന്നതാണ്. സെയിം 125cc ഹൈബ്രിഡ് എഞ്ചിൻ തന്നെയാണ് രണ്ട് വേരിയന്റുകളിലും വരുന്നത്. പക്ഷെ അതിന്റെ സീറ്റ് ഹൈറ്റിൽ അതിന് വ്യത്യാസമുണ്ട്. സീറ്റ് ഹൈറ്റിലേക്ക് നമുക്ക് വരുമ്പോഴേക്ക് നമുക്ക് ഫസിനോയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 780 mm ആണ് ഫസിനോയുടെ സീറ്റ് ഹൈറ്റ് വരിക. അപ്പൊ അതേ സമയത്ത് നമുക്ക് റേസർ ആറിലേക്ക് വരുമ്പോൾ റേസർ ആറിന്റെ സീറ്റ് ഹൈറ്റില് 785 mm ആണ് സീറ്റ് ഹൈറ്റ് വരിക. അതായത് ഫസിനേക്കാൾ കുറെ കൂടെ ഒരു 5 mm സീറ്റ് ഹൈറ്റ് കൂടുതലായിട്ട് നമുക്ക് റെയിൽ കാണാൻ പറ്റും. റെയിൽ മറ്റേ ഫസിനെ അപേക്ഷിച്ച് മറ്റൊരു വേരിയന്റിലേക്ക് പോകുന്നത് ഫസിനെ കുറച്ചുകൂടെ ലെങ്തിയാണ്. അതിന്റെ ബാക്ക് സൈഡ് വരുമ്പോൾ കുറച്ചും കൂടെ കർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് നമുക്ക് വരിക. രണ്ട് വേരിയന്റുകളും ചേസസിലുള്ള വ്യത്യാസമാണ്. അത് രണ്ട് വേരിയന്റുകളിലും നമുക്ക് ഒരു ഷേപ്പിംഗിൽ കുറച്ചും കൂടെ ഒരു എയറോനോട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഷേപ്പാണ് ഫസിനോയിൽ നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേസമയം റെയിലേക്ക് വരുമ്പോൾ ഒരു പെർഫോമൻസ് കാറ്റഗറിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഈസി ടു ഹാൻഡിലാണ്. വളരെ ഒരു ഷോർട്ടാണ്, ഒരു കമ്പാക്ട് ടൈപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് റേസർ ആറിലേക്ക് വരിക. റേസർ ആറിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വരുമ്പോഴേക്ക് തന്നെ നമുക്ക് ബാക്കിലേക്ക് നോർമൽ ആയിട്ടുള്ള ഒരു വിസിബിൾ ആകുന്ന രീതിയിലുള്ള ഇൻഡിക്കേറ്റർ സിസ്റ്റം തന്നെയാണ് ഇതിൽ വരിക. അതിന്റെ ബാക്ക് സൈഡിലെ ടയർ സൈസ് നമുക്ക് 10 ഇഞ്ചിന്റെ ടയറാണ് വരിക. സെയിം ഫാസിനോയിൽ വരുന്നതും സെയിം 10 ഇഞ്ചിന്റെ ടയർ തന്നെയാണ് വരിക. പക്ഷെ ഫാസിനോയിലെ വിഡ്ത്തിൽ വ്യത്യാസമുണ്ട്. അതേസമയം നമുക്ക് ഫസിനോയുടെ ബാക്ക് സൈഡിലേക്ക് ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന ഒരു ഇൻബിൽഡ് ആയിട്ടുള്ള ഇന്റിഗ്രേറ്റർ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമുക്ക് ഫസിനോയില് കാണാൻ സാധിക്കുന്നത്. ഫസിനോയുടെ നമുക്കൊരു സിറ്റിംഗ് പൊസിഷനിലേക്ക് വരുമ്പോഴും നോർമലി നമുക്കൊരു ക്ലാസിക് സ്കൂട്ടറിന്റെ തന്നെ അതേ സിറ്റിംഗ് പൊസിഷൻ തന്നെയാണ്. ടെലിസ്കോപ്പിക്കൽ ആയിട്ടുള്ള ഫ്രണ്ട് സസ്പെൻഷൻ, സ്വിംഗ് ആൻഡ് സസ്പെൻഷൻ ബാക്കിലേക്ക് നമുക്ക് വരുന്നത്. ആ രണ്ട് വേരിയന്റുകളും സെയിം തന്നെയാണ് ഓൾമോസ്റ്റ് വരുന്നത്. ഇപ്പൊ ഫസിനോയിൽ നമുക്ക് ഒരു സീറ്റിംഗ് റൈഡിംഗ് പൊസിഷൻ വളരെ കംഫർട്ടായ രീതിയിലുള്ള ഒരു റൈഡിംഗ് പൊസിഷൻ തന്നെയാണ്. ഫസിനോയിൽ നമുക്ക് അതിന്റെ ഹാൻഡ്ലിംഗിലായി തന്നെ ഒരു നോർമൽ ക്ലാസിക് റൈഡിംഗ് പൊസിഷൻ തന്നെ. നമുക്ക് റെയിലേക്ക് വന്നു കഴിയുമ്പോൾ റെയിലെ പൊസിഷനിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് നമുക്ക് രണ്ടില്. റെയിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ റെയിലെ കുറച്ചും കൂടെ ഒരു ഹാൻഡിലിംഗിൽ വണ്ടിയുടെ ഒരു ഹാൻഡിൽ പാനലിൽ സിറ്റുവേറ്റ് ചെയ്യുന്നതിൽ കുറച്ചും കൂടെ റൈഡർ കംഫർട്ട് ആണെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ ഒരു ലോങ് ഡ്രൈവ് ബേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു റൈഡ് ഒരു ഷെയ്ഡ് പെർഫോമൻസ് വ്യത്യസ്തമാണ്. പക്ഷെ നമുക്ക് സെയിം എഞ്ചിനിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് വേരിയന്റുകൾ ഏറ്റവും മിനിമം നമുക്ക് റെയില് 60 കിലോമീറ്ററും ഫസിനോയിൽ നമുക്ക് 70 കിലോമീറ്റർ പെർ ലിറ്ററിലും നമുക്ക് ഏറ്റവും ട്രൂ റേഞ്ച് ആയിട്ട് നമുക്ക് കിട്ടുന്ന വേരിയന്റുകളാണ്. രണ്ട് പ്രൈസിലായാലും വലിയ വ്യത്യാസമുണ്ട്. 1000 രൂപയുടെ വ്യത്യാസം മാത്രമേ രണ്ട് വേരിയന്റുകളും തമ്മിൽ കമ്പയർലി ഉള്ളൂ. രണ്ട് മോഡലുകൾ നമുക്ക് 2026 മോഡലുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 2026 മോഡലുകൾ നമുക്ക് കോട്ടയം ജോർജ് മേജർ ഷോറൂമില് തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാ കളർ പാറ്റേൺസിനും കസ്റ്റമർക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും വി വെൽക്കം ടു യു ജോർജ് മേജർ കോട്ടയം.